ഹായ് ഹലോ വെൽക്കം ടു മൈ മെൻറ്റർ PSC ആപ്പ്. എല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ എക്സാം കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷേ ഡിഗ്രി ലെവൽ യോഗ്യതയുള്ളവർക്കായുള്ള പുതിയ അവസരങ്ങളുടെ അറിയിപ്പ് PSC ഇന്നലെ ചേർന്ന കമ്മീഷൻ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊരു ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതിയാൽ നമുക്ക് കൂടുതൽ നിയമനങ്ങൾ ലഭിക്കണം എന്നാണ്. അതിൽ നിയമന സാധ്യത ഏറ്റവും കൂടുതലുള്ളൊരു പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പരീക്ഷ. ആ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പരീക്ഷകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 15 കൂടി എത്തും എന്നാണ് ഇപ്പോഴത്തെ ഒരു അറിയിപ്പ്. അതായത് ഏറ്റവും കൂടുതൽ നിയമന സാധ്യതയുള്ള പരീക്ഷകളാണ്. 2 കാറ്റഗറി ആയിട്ടായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ PSC വരുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി KSFE അതുപോലെ KSEB പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കും, അടുത്തൊരു കാറ്റഗറി KSRTC കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും. അങ്ങനെ 2 കാറ്റഗറി ആയിട്ടായിരിക്കും PSCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. മുമ്പുള്ള പോലെ തന്നെ ആയിരിക്കും. ആദ്യം ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടാകും. അതിനകത്തുനിന്ന് കുറച്ച് ആളുകളെ കട്ട് ഓഫ് അനുസരിച്ച് 2 മെയിൻസ് പരീക്ഷകൾ നടത്തിയായിരിക്കും ഈ ഒരു എക്സാം ഇത്തവണയും നടത്തുന്നത്. കൂടാതെ മറ്റേ SBCID പോലെയുള്ള എക്സാമുകളുടെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രിലിംസ് എക്സാം ആയിട്ട് തന്നെ നമുക്കിതിനെ പ്രതീക്ഷിക്കാം. അതിനുശേഷമുള്ള 2 മെയിൻ എക്സാമുകളായിരിക്കും. തൊട്ട് മുന്നേ 2023 നമ്മുടെ ഈ ഒരു പരീക്ഷ നടന്നിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് 2024 വന്നിട്ടുണ്ട്. 2024 ഞാൻ പറഞ്ഞു 2 കാറ്റഗറി ആയിട്ട് തന്നെയാണ് അവിടെയും നമ്മുടെ ആ ഒരു എക്സാം നടത്തിയിട്ടുള്ളത്. KSFEയിലൊക്കെ 2022 26/2022 അതുപോലെ തന്നെ KSRTC പോലെയുള്ള സ്ഥാപനങ്ങളിൽ അടുത്ത കാറ്റഗറി 653/2021 ആദ്യം നോട്ടിഫിക്കേഷൻ വന്നത് അവിടെയാണ്. പിന്നെയാണ് KSFEയിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ വന്നത്. 2 മെയിൻ പരീക്ഷയുടെ റിസൾട്ട് 2024 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം സ്വാഭാവികമായിട്ടും 2027 ഈ 2 പരീക്ഷകളുടെയും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത് 2027. ഇപ്പോൾ ഏകദേശം ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷമായിട്ടുണ്ട്. ഇനിയും ഒരു 1.5 വർഷം കൂടെ ഉണ്ട്. KSFEയിലേക്കൊക്കെ 1621 ആളുകൾക്ക് നിലവിൽ ഇപ്പോൾ 1621 ആളുകൾക്ക് നിയമനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 3900 ആളുകൾ ഉൾപ്പെട്ട ഒരു ലിസ്റ്റാണ്. മെയിൻ ലിസ്റ്റിൽ മാത്രം, സപ്ലിമെൻ്ററി ഉൾപ്പെടെ കുറച്ചധികം ആളുകളുണ്ട്. KSRTCയിലേക്ക് അവസ്ഥ എടുത്താൽ 794 വളരെ കൂടുതൽ നിയമനം നടത്തിയിട്ടുണ്ട്. 1793-94 ആ ഒരു റേഞ്ചിലാണ് മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുണ്ടായിരുന്നത്. അതിൽ നിന്ന് തന്നെ 794 പേര് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഈ ഒരു നിമിഷം നമുക്ക് അഡ്വൈസ് പോയതായിട്ട് അറിയാം. അപ്പോൾ ഇത്രയും കൂടുതൽ നിയമനങ്ങൾ 1.5 വർഷം കൊണ്ടാണ് ഈ ഒരു നിയമനം നടന്നിട്ടുള്ളത്. ഇനിയും നമ്മുടെ ലിസ്റ്റിന് 1.5 വർഷം കൂടി കാലാവധിയുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിയമന സാധ്യത. നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുള്ള ഒരു പരീക്ഷയാണ്. ആ ഒരു പരീക്ഷ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് കൃത്യമായി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 15 വരുന്നു. എന്തായാലും പ്രിലിംസ് പരീക്ഷ ഏകദേശം ഏപ്രിൽ മെയ് സമയങ്ങളോടുണ്ടാവും. അപ്പോൾ ഇനിയും നമുക്ക് നല്ലൊരു സമയമുണ്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കാം. ഡിഗ്രി ലെവൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരീക്ഷയാണ്. വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി മൈ മെൻറ്റർ PSC ആപ്പിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1499 രൂപയാണ് കോഴ്സ് ഫീ. വിദ്യാരംഭം പ്രമാണിച്ച് 30% ഓഫിൽ നിങ്ങൾക്ക് 999 രൂപയ്ക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിനൊരു പ്രൊമോ കോഡ് ഉണ്ട്. ആ ഒരു പ്രൊമോ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിഗ്രി ലെവൽ മാത്രമല്ല, ഇപ്പോൾ നിലവിൽ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റിൻ്റെ കൺഫർമേഷൻ ഉണ്ടാവും. നിങ്ങളൊക്കെ എക്സാമിന് എഴുതുന്നുണ്ടാവും. ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. ബീറ്റ് ഫോറസ്റ്റിനായിട്ടുള്ള കോഴ്സും നമ്മൾ മൈ മെൻറ്റർ PSC ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന 10th ലെവൽ ബെഫ്കോ പോലെയുള്ള 10th ലെവൽ ബെഫ്കോ VFA LGSൻ്റെ കമ്പനി ബോർഡ് LGS ഒക്കെ ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. 2026 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ എക്സാമുകളും എഴുതി 2027 ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ളൊരു സമയമാണ്. എല്ലാ കോഴ്സിലും കൃത്യമായി ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ, ടെസ്റ്റ് സീരീസുകൾ, അതുപോലെ തന്നെ റിവിഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. ഇനി കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റ് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ പുതിയ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം.